ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ആവർത്തിച്ച ജീവശാസ്ത്രത്തിലെ ചോദ്യങ്ങളാണ്. ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പി എസ് സി ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ ഒത്തിരി ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ശരി, ക്ലാസ്സിലോട്ട് കിടക്കാം. മനുഷ്യ ശരീരത്തിലെ സന്ധികൾ എത്ര? 43 ജോഡി. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 12 മുതൽ 18 തവണ. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം? യൂറോക്രോം. അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 2 തരംതിരിച്ചിരിക്കുന്നു. വായിൽ ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം എത്തിച്ചേരുന്ന ഭാഗം? ആമാശയം. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന ഭാഗം? വൻകുടൽ. ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പല്ലുകൾ? അണപ്പല്ലുകൾ. മുതിർന്നവർ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്? 3 ലിറ്റർ. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം? കരൾ. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ? നിർജ്ജലീകരണം. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം? പ്ലോറ. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം? സെറിബെല്ലം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരളിൽ വെച്ച്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അരിസ്റ്റോട്ടിൽ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? ജീവകം ഡി. രക്തം കട്ട പിടിക്കാൻ ആവശ്യം വേണ്ട ജീവകം? ജീവകം കെ. മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഇടത് വെൻട്രിക്കിളിൻ്റെ. ജീവകം B6ൻ്റെ രാസനാമം? പിരിഡോക്സിൻ. പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ടൈപ്പ് 2 പ്രമേഹം. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം? റിംഗ്വേം. മനുഷ്യനേത്രത്തിൽ വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം? റെറ്റിന. കണ്ണിലെ ലെൻസ് ഏതു തരത്തിലുള്ളതാണ്? കോൺവെക്സ് ലെൻസ്. മലമ്പനി രോഗത്തിൻ്റെ ആതിഥേയ ജീവി? മനുഷ്യൻ. രാജകീയ രോഗം അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത്? ഹീമോഫീലിയ. സിക്കിൾ സെൽ അനീമിയ രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല? വയനാട്. മലമ്പനി രോഗത്തിൻ്റെ രോഗകാരി? പ്ലാസ്മോഡിയം. മന്ദരോഗം പകരുന്നത് ഏത് ജീവിയിലൂടെ? ക്യൂലക്സ് കൊതുകുകളിലൂടെ. പന്നി വളർത്തൽ കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത്? എലിപ്പനി. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗം? ഡിഫ്തീരിയ. കോശം കണ്ടുപിടിച്ചതാര്? റോബർട്ട് ഹുക്ക്. സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗം? മെനിഞ്ചസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? കോൺവെക്സ് ലെൻസ്. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം? കോക്ലിയ. കോക്ലിയയ്ക്ക് എത്ര അറകളുണ്ട്? 3. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ഭാഗം? കർണനാളം. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന കുഴൽ ഏത്? വൃക്കസിര. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ? ശ്വാസനാളം. ആരോഗ്യമുള്ള പുരുഷനിൽ ഹീമോഗ്ലോബിൻ്റെ അളവ്? 15 gram/100 milli. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ? ത്വക്കിലെ സ്വേദഗ്രന്ഥികൾ. അസ്ഥികൾക്കിടയിലെ ഘർഷണം ഒഴിവാക്കുന്നത്? തരുണാസ്ഥി. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗം? ക്യാപ്സ്യൂൾ. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം? ആന്ത്രരസം. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകൾ? ശ്വസനി. പ്ലീഹയുടെ നിറം? പർപ്പിൾ.